പശ്ചിമേഷ്യൻ സംഘർഷത്തിനിടെ ഖത്തറിലെ ദോഹ വിമാനത്താവളത്തിൽ കഴിഞ്ഞ 2 ദിവസമായി കുടുങ്ങിക്കിടന്ന മലയാളികളായ യാത്രക്കാരിൽ ഭൂരിഭാഗവും ഇന്ന് പുലർച്ചെയോടെ നാട്ടിലേക്ക് മടങ്ങി. ഇനി വളരെ കുറച്ചുപേർ മാത്രമാണ് ബാക്കിയുള്ളത്. കൂടുതൽ വിവരങ്ങളുമായി ദോഹയിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി അൻവർ പാലേരി ചേരുന്നു. അൻവർ, ഈ സാധാരണ മിഡിൽ ഈസ്റ്റിൽ എന്ത് പ്രശ്നമുണ്ടായാലും മലയാളിയുടെ നെഞ്ചിൽ തീയാണ്. കാരണം ഒരു വീട്ടിൽ ഒരാളെങ്കിലും ഉണ്ടാകും അവിടെ എവിടെയെങ്കിലും. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ടെൻഷനായിരുന്നു. വിമാനയാത്രികർക്ക് അത് വലിയ പ്രശ്നങ്ങളായി. എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചിരിക്കുന്നു അല്ലേ? തീർച്ചയായും സ്മിത, 23-ന് വൈകിട്ട് 7:45 പോകേണ്ടിയിരുന്ന QA516 ഖത്തർ എയർവേസ് വിമാനത്തിൽ യാത്ര ചെയ്യാനിരുന്നവരാണ് ഇത്തരത്തിൽ ദൗർഭാഗ്യകരമായ ഒരു സംഭവം ഉണ്ടായതിനെ തുടർന്ന് യാത്ര ചെയ്യാൻ കഴിയാതെ വിമാനത്താവളത്തിൽ കുടുങ്ങിയത്. ഇതിന് കാരണം 23-ന് 7:45 പോകേണ്ടിയിരുന്ന വിമാനം പുറപ്പെടുന്നതിന് 1 മണിക്കൂർ മുമ്പാണ് ദോഹ വിമാനത്താവളം അടക്കുന്നതായിട്ട് പ്രഖ്യാപിച്ചത്. അതുകൊണ്ട് വിമാനത്തിന് പോകാൻ കഴിഞ്ഞില്ല. പിന്നീട് ഇത് 24-ന് പുലർച്ചെ 6 മണിക്ക് പോകും എന്ന് അറിയിച്ചിരുന്നെങ്കിലും എയർപോർട്ടിന്റെ പ്രവർത്തനങ്ങളെല്ലാം ഏറെക്കുറെ അവതാളത്തിലായിരുന്നു. കാരണം അൽ ഉദൈദ് സൈനിക താവളത്തിന് നേരെ ഉണ്ടായ ആക്രമണം 1 മണിക്കൂർ നേരത്തേക്കാണെങ്കിൽ പോലും വിമാനത്താവളം അടക്കുന്നത് 1 മണിക്കൂർ നേരത്തേക്കാണ് എന്നുള്ള രീതിയിലായിരുന്നു തുടക്കത്തിൽ വന്നിരുന്നത്. എന്നാൽ പിന്നീട് പിറ്റേ ദിവസം വരെ വിമാനത്താവളം അടച്ചിടേണ്ടി വന്ന ഒരു സാഹചര്യമുണ്ടായി. ഇതിനെ തുടർന്ന് ഈ വിമാനത്തിൽ യാത്ര ചെയ്യാനിരുന്നവരെല്ലാം വിമാനത്താവളത്തിൽ കുടുങ്ങുകയായിരുന്നു. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇതൊരു കണക്ഷൻ ഫ്ലൈറ്റ് ആയിരുന്നു. അതായത് UK-യിൽ നിന്നും അതുപോലെ US-ൽ നിന്നും ഒക്കെ ഉള്ള ഒരുപാട് യാത്രക്കാർ ഈ വിമാനത്തിൽ പോകേണ്ടിയിരുന്നതാണ്. അവരൊക്കെ ദോഹ വിമാനത്താവളത്തിലെത്തി ഈ വിമാനത്തിലാണ് യാത്ര ചെയ്യേണ്ടിയിരുന്നത്. അതുപോലെ തന്നെ അതിനൊപ്പം ഖത്തറിൽ നിന്നുള്ള നിരവധി യാത്രക്കാരും ആ വിമാനത്തിൽ പോകാനിരുന്നതാണ്. അതിൽ വലിയൊരു ശതമാനവും ഇന്ന് പുലർച്ചെ 1:45-നുള്ള ഖത്തർ എയർവേസ് വിമാനത്തിൽ നാട്ടിലേക്ക് മടങ്ങിയിട്ടുണ്ട്. ഇനി 10-15 പേർ മാത്രമാണുള്ളത്. അടുത്ത് രാവിലെ 8:35-ന് ഖത്തർ സമയം 8:35-ന് ഒരു ഖത്തർ എയർവേസ് വിമാനം ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ന് എയർ ഇന്ത്യയുടെയും ഇൻഡിഗോയുടെയും മറ്റു വിമാനങ്ങൾ ഇന്ന് കൊച്ചിയിലേക്ക് പോകുന്നുണ്ട്. ഈ ബാക്കിയുള്ള 10-15 യാത്രക്കാർക്ക് ഇതിൽ യാത്ര ചെയ്യാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സ്മിത, ദോഹയിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി അൻവർ പാലേരിയാണ് വിവരങ്ങളുമായി ചേർന്നത്.